ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പം മേഘയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്നു, ഛർദ്ദിക്കുന്നു. ഛർദ്ദിലാണ്. അപ്പോൾ ഇന്നലെ കരയാൻ എനിക്ക് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമുക്ക് ഇങ്ങനെ കൊതി തോന്നുന്നു കഴിക്കാൻ വേണ്ടി, പക്ഷെ കഴിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഛർദ്ദില് ഒരു സൈഡ് കൂടെ തിന്നിരിക്കണ്. ഞാൻ അവിടെ ഛർദ്ദിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോ അറിയുന്ന സമയത്ത് ഒരുപാട് പേര് കമന്റ്, ചേച്ചി വെള്ളം കുടിക്കണം, അപ്പൊ നല്ല കെയർ ചെയ്തുകൊണ്ടുള്ള കമന്റ് കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എങ്ങനെ ഇരുന്നപ്പോ മേഘയ്ക്ക് എന്ത് കഴിക്കാനാണ് കൊതി? KFC ചിക്കൻ. ഏതായാലും KFC പോയി വാങ്ങി കഴിക്കാൻ പറ്റൂല ഈ സമയത്ത്. അപ്പം ഏതായാലും ഛർദ്ദിക്കും. കൊറേ നാളുകൊണ്ട് പറയാണ്, പറ്റിക്കാണ്. അല്ല, ഞാൻ പണ്ട് പ്രേമിച്ചോടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വീട്ടിൽ വരുമ്പോ ഞാൻ KFC കൊണ്ടുപോയി തരാം, എനിക്കത് കൊണ്ടൊക്കെ അറിയാം. 2 വർഷമായി വന്നിട്ട് അത് വളയ്ക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് പറയുന്ന ഓരോരോ മധുര വാക്കുകൾ ഫുഡ് കാണിച്ച് വളച്ചു. അപ്പൊ എന്തായാലും ഗർഭിണിയുടെ മനസ്സ് വിഷമിപ്പിച്ചുകൂടുന്നതാണ് എന്നാ ആ പറ്റും പറഞ്ഞ് എന്നെ കൊണ്ടുവരാൻ ചെയ്യിക്കുകയാണ്. എന്തായാലും അങ്ങനെയാലും ചെയ്യട്ടെ. ഇപ്പം ഗർഭിണിയല്ലേ, പാവം. എന്ത് പറഞ്ഞാലും കേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ ഇന്ന് അവർക്ക് KFC ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഹോം മെയ്ഡ് KFC ചിക്കൻ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 100% വിജയമായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം. ഛർദിലൊക്കെ നേരത്തെ ഉള്ളതാണ്, അതുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ടാണ് ഈ ഛർദിച്ചത്. എന്തായാലും കൂടുതൽ ഛർദിച്ചാൽ ഇല്ല, ഇന്നലെയൊക്കെ നീ ഛർദിച്ചാലും നല്ലപോലെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഫുൾ ലെഗ് പീസ് ആണ്, അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല. ഫുൾ ലെഗ് പീസ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ഗയ്സ്. നിനക്കൊക്കെ എങ്ങനെയാണ് ഈ അടുക്കള കയറാതിരിക്കാൻ തോന്നുന്നത്? എനിക്ക് കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുന്ന എന്നൊക്കെയാണല്ലോ ഒരു തുരാൻ കയറുക. ഇതിപ്പോ 2 വർഷത്തിലൊരിക്കലല്ലേ ഇത് ചെയ്യാൻ വേണ്ടി കയറിയത്. എന്നൊന്ന് കയറുമ്പോ തോന്നും. എന്തുകൊണ്ടാണ് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂന് ഇത്രയും 12 വർഷത്തിലൊരിക്കൽ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. അത് കൊള്ളൂല. അത് ഒരു ഉപമയല്ല. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കയറി ഇങ്ങനെ ഉണ്ടായി തരുമ്പോഴാണ് അതിന്റെ രുചിയും സ്വാദും. ഇനിയിപ്പോ 7 മാസം ഉണ്ടായി തരും. അതാണ്, അത് ഇത്തിരി ടാസ്ക് ആയി. ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടായി തരും. മുരളിയുടെ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഗയ്സ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ജന്മനാ പഠിച്ചിടുന്നല്ല, എല്ലാവരും ഒന്നും കണ്ട് കോപ്പി അടിച്ച് ഞാൻ പഠിച്ച് M4 ടെക്കിന്റെ നോക്കിയാണ് ഞാൻ പഠിച്ച് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ മറന്നിട്ടില്ല. താങ്ക് യു M4 ടെക്. ഇനി എനിക്ക് 2 സഹായികളുണ്ട്. അവന്മാർ വൈകിട്ട് വരും. ഇത് നമുക്ക് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ അവന്മാർ ആവശ്യമില്ല. അടുക്കളയിൽ നിന്ന് വൃത്തികേടാവും, അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഔട്ട് സൈഡാണ് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. അമ്മയിൽ നിന്ന് ചീത്ത വിളിക്കും. പോലീസ് ആണെങ്കിലും പോലീസ് തെറി വിളിക്കും. മമ്മി ആരംഭത്തിലെ പുച്ഛം പറഞ്ഞോടത് അത് കോവിഡ് സമയത്ത് പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി. അടുക്കള മൊത്തം ഇല്ലാതാക്കരുത്, അടുക്കള ഇല്ലാതാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുക്കള ലവർ സച്ചുവിന്റെ കഴിവ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിത് എന്താ വെച്ചാ മിക്സ് ചെയ്ത് നമ്മളെല്ലാം കൂടി വെച്ചിട്ടുണ്ട്. 5-6 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും പിടിച്ച് നല്ല കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും. അതിനായിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി പരിപാടിയിലോട്ട് പോവാം. അതായത് നമുക്ക് ഇതിന്റെ മിക്സ് ചെയ്യേണ്ട മറ്റേ സാധനം ഉണ്ടാക്കാം. പൗഡർ, മൈദ, കവർ, കോൺഫ്ലവർ പൊടിയെ, ഗരം മസാല, ഓട്സ്. ക്രിസ്പി കിട്ടാനായിട്ട് നമ്മൾ സച്ചാണ് നല്ല കുഴക്കാറിയാം. അടുക്കള ജോലി സച്ചാണ് ചെയ്യുന്നത്. നല്ല മികച്ച ഫൺ ഗൈസ്. എന്റെ ഫണ്ണുകളൊന്നും ഇപ്പൊ ഏക്കുന്നില്ല. ഞാൻ പിന്നെ ഒതുങ്ങി കൊടുക്കുക ഇതൊക്കെ വേണ്ടി. എപ്പോഴും ഫണ്ണടിക്കണം ഇവിടെ ആര് പറഞ്ഞിട്ടുണ്ട്? ഗൈസ് നിങ്ങൾ പറയൂ ഞാൻ ഫണ്ണടിക്കില്ലെന്ന് കമന്റിൽ. ഇത്രയും നേരം ഒരു 6-7 മണിക്കൂർ ഇതിന്റെ അകത്തിരുന്നു. നമുക്കിതെടുത്ത് ഫസ്റ്റ് ഒരു ഡിപ്പ് ചെയ്ത് ഇതിനകത്ത് നല്ല എടുക്കാം. സമയമാകുമ്പോ മുട്ടയിൽ മുക്കിയിട്ട് ഒരിക്കലും മുക്കി അതിൻ്റെ അത്ര എണ്ണ നിറയട്ടെ. ഇതൊക്കെ കൊണ്ടൊരു ഹോട്ടലിൽ കൊണ്ടാക്കായിരുന്നു. ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് അതുപോലെ മുക്കിയതിന് ശേഷം വെളിയെ കൂടെ നമുക്ക് ഇതിട്ട് മുക്കി
ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചാണ്. ഇപ്പൊ ഏകദേശം സമയം 10:30 നമ്മൾ 9 മണിക്കാണ് കുക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് നമുക്ക് അമ്മയ്ക്ക് കൊടുത്ത് നോക്കിയിട്ട് റിവ്യൂ ചോദിക്കാം. കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയൂ. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കടി അങ്ങോട്ട് ചിക്കൻ എടുത്ത് വെച്ച്. സച്ചു FC ആണിത്, KFC അല്ല, സച്ചു FC. കൊള്ളാം. ഓക്കെ, കഴിക്കും. അടുത്ത് അച്ഛൻ കൊടുത്തു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. അല്ല കഴിക്കേ. കൊള്ളാം. അത് സൂപ്പർ മാമന്റെ റിയാക്ഷൻ. അത് സെറ്റ് റിയാക്ഷൻ ഇല്ല. മാമൻ കൊള്ളാന്ന് പറഞ്ഞല്ല, അത്രയെങ്കിലും മതി. നമ്മളെ വീട്ടിലാരും പൊടയാൻ കണ്ടല്ലെന്ന് പറയും. എന്റെ വീട്ടിൽ പറഞ്ഞില്ലല്ലോ. ഓ, പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പിച്ചേ കഴിക്കുന്നുള്ളൂ. നീ പിച്ചപ്പം നമ്മള് എന്തുമാത്രം എന്താ നിങ്ങളത് കണ്ടു നോക്കുക. ഇതാ ഈ സാമാനമൊക്കെ ഇളകി വന്ന് ബോഡി ഇളകി വന്നതിന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇളയപ്പോയി പ്രശ്നമുണ്ടെങ്കിൽ സൂപ്പിലൂടെ ഒട്ടിക്കാം. അതുകൊണ്ട് അരമല്ല കടി കണ്ടോ? കടി നോക്കി ആടി സക്കെ സാധനം കിണ്ണോ. സച്ചു FC സൂപ്പർ. റിച്ച്ലി ഹോം മെയ്ഡ് ഫുഡ് സച്ചു FC. നമ്മൾ അങ്ങനെ ഒരു കട തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ആരിങ്ങനെ ഉണ്ടാക്കും. അതാണ്, അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ച് പണിയെടുക്കണം അവിടെ. ജ്യൂസി, അതാണ് ഞാൻ പറഞ്ഞത്. കഴിച്ചു നോക്കും. പിന്നെ ചൂട് ചിക്കൻ തണുത്തിരിക്കും. പിന്നെ സച്ചു FC എങ്ങനെ ഉണ്ടെന്ന് പറയാം. സച്ചു FC കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് സച്ചു FCയുടെ വിജയം. ഇനി എന്റെ കൂട്ടുകാരന്റെ വൈഫും ആർട്ടിസ്റ്റുമാരുണ്ട് നമ്മളെ വീട്ടിലൊക്കെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ്. പുള്ളിക്കാരിക്ക് വയ്യായിരുന്നു, പനിയായിട്ട് വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോ വന്നില്ല. ഇന്ന് ഇവിടെ KFC ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ പാഞ്ഞെത്തിയിരിക്കുകയാണ്. അപ്പോഴേ മനസ്സിലായി സച്ചു FC എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ബാക്കിൽ പയ്യൻ കുക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല കൊച്ചു പിള്ളേർക്ക് ഉറക്കാൻ പറ്റിയ ടൈപ്പ് ചിക്കനാണ്. അതാ സംഭവം. സമയം 10:30 അതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സച്ചു FC വിജയിക്കും മിക്കവാറും. രതീഷേ പെട്ടെന്ന് രതീഷിനോട് വിജയിച്ചിട്ട് സച്ചു FC. പിന്നെ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സച്ചു FC വിജയിപ്പിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുവരെ ബൈ ഗൈസ്.